നമസ്കാരം. സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിന്റെ കൂടെ അടുത്ത് ഉണ്ടാക്കുന്നത് ഒരു ചേനപ്പിണ്ടി തോരനും കൂടെയാണ് കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ഓണത്തിന് വെട്ടിയെടുത്ത ചേനയുടെ പിണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ തോരൻ വയ്ക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, അമരയ്ക്ക, വെള്ളരിക്ക, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തു. പിന്നെ ഇതാ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള, പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. തക്കാളി, ഇങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സാമ്പാറിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നു. മുരിങ്ങക്ക, വെണ്ടയ്ക്ക. ഞാൻ ചിലപ്പോഴൊക്കെ വെണ്ടയ്ക്ക വാട്ടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇന്നിപ്പോൾ വാട്ടാതെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലൊന്നും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചൂടൊക്കെ പോയതിന് ശേഷം തുറക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതാ ഒരു വിസിൽ വന്നു. ഇനി ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ചേനപ്പിണ്ടി തോരനാണ്. അപ്പോൾ തോരൻ വെക്കുന്നതിന് മുമ്പായിട്ട് സാമ്പാറിന് കടുക് വറുത്തത് കുറച്ചിങ്ങോട്ട് കോരി വെക്കും കേട്ടോ. അപ്പോൾ അവസാനം പിന്നെ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ സാമ്പാറിലേക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തു. വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചിങ്ങ് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ചേനപ്പിണ്ടി അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കോരി വെച്ച എണ്ണ കടുക് വറുത്തില്ലേ അതൊന്ന് അടച്ചിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേനപ്പിണ്ടി വേകാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. എനിക്ക് ഒരു 10 മിനിറ്റിലേറെ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വിളഞ്ഞ നല്ല മൂത്ത ചേനയുടെ ആയതുകൊണ്ടാണ് തോന്നുന്നു. അത്യാവശ്യം വേവുണ്ടായിരുന്നു കേട്ടോ. കുഴഞ്ഞു പോകുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇനി അരയ്ക്കാനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി മുളക്, ചെറിയ ജീരകം, ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചേനപ്പിണ്ടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. സാധാരണ ചേനപ്പിണ്ടിയൊക്കെ തോരൻ വെക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഒന്ന് ചിലപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഞെരടിയിട്ട് പിഴിഞ്ഞ് കളയാറുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള വെള്ളം അങ്ങ് പോകാനായിട്ടാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഇല്ലായിരുന്നു. നല്ല ഇതിൽ തന്നെ നിന്ന് കേട്ടോ. അപ്പോൾ അതെ, ഇനി ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് തോർത്തി എടുക്കാനുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടുപ്പിൽ ആ കനലിൽ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പം നന്നായിട്ടൊക്കെ വെന്ത് തോർന്ന് അടിപൊളിയായിട്ട് വരും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചേനത്തണ്ട് തോരൻ. അപ്പം നമുക്ക് ഇതിവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ സാമ്പാർ അങ്ങ് വെച്ച് കൊടുക്കാം. സാമ്പാറിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഇളക്കി നോക്കണം. അപ്പോൾ സാമ്പാറൊക്കെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സാമ്പാറിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. പുളി ചേർത്തിട്ടില്ല. പുളി നമുക്കിനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ദേ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഉലുവപ്പൊടിയോ കായപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണ്ട കേട്ടോ. സാമ്പാർ പൊടി എല്ലാത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ടുള്ളത് കൊണ്ട്
അധികം ചേർക്കാറില്ല. ചില സമയങ്ങളിൽ അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷേ ഇതിൽ തന്നെ ആവശ്യത്തിനൊന്ന് ചേർത്താണ് പൊടിച്ചത് ഞാൻ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം അതേ എല്ലാം വെന്ത് നല്ല കുറുകി പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഉപ്പും എരിവും പുളിയൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് മല്ലിയില ഇട്ട് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. ഇനി നമ്മൾ കടുക് വറുത്ത് വെച്ച വറവുണ്ടല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാനങ്ങ് മാറ്റി വയ്ക്കും. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ചേർക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. വീണ്ടും മറ്റൊരു നല്ല